എല്ലാവർക്കും നമസ്കാരം. നാളെ LGS മൂന്നാം ഘട്ട പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും വിജയാശംസകൾ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് LGS സ്റ്റേജ് 2ലെയും സ്റ്റേജ് 1ലെയും കുറച്ച് ചോദ്യങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ, പിന്നെ നമുക്ക് വരാൻ സാധ്യത നമ്മൾ കാണുന്ന, അതായത് ഈ മോഡലിലല്ലാതെ വരാൻ സാധ്യതയുള്ള 1-2 ചോദ്യങ്ങളും കൂടിയാണ് ഇതിൽ പറയാൻ പോകുന്നത്. എങ്കിൽ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, റൂട്ട് ഓഫ് എക്സ് ബൈ 221 ഈക്വൽ ടു 2 ആയാൽ എക്സിൻ്റെ വില എന്ത്? ചോദ്യം എന്തായിരുന്നു? റൂട്ട് ഓഫ് എക്സ് ബൈ 221 ഈക്വൽ ടു 2 ആയാൽ എക്സിൻ്റെ വില എന്ത്? ഈ ചോദ്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയാം. റൂട്ട് ഓഫ് എക്സ് ഈക്വൽ ടു 2 ഇതാണ് ചോദ്യമെങ്കിൽ, ഇങ്ങനെയായിരുന്നു ചോദ്യം വന്നിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ റൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സ് കാണണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ സ്ക്വയർ ആണ് എടുക്കേണ്ടത്. നമുക്കറിയാം, ഒരു സൈഡിൽ സ്ക്വയർ ചെയ്ത് അപ്പുറത്തെ സൈഡിൽ എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. ഓക്കെ ആണല്ലോ? നമ്മൾ ഒരു സൈഡിൽ ഗുണിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിലും ഗുണിക്കാറുണ്ട്, ഒരു സൈഡിൽ ഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിലും ഹരിക്കാറുണ്ട്, ഒരു സൈഡിൽ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിലും കുറയ്ക്കാറുണ്ട് സമത്തിൻ്റെ. അപ്പോൾ എന്ത് ചെയ്യണം? റൂട്ട് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? സ്ക്വയർ ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യണം? റൈറ്റ് ഹാൻഡ് സൈഡിലും സമത്തിൻ്റെ വലതുവശത്തും എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. അപ്പോൾ ഇതെന്തായിരിക്കും? എക്സ് ഈക്വൽ ടു 4 എന്ന് നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ ചെയ്തത്? അതേപോലെയാണ്, അതേ മെത്തേഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ചോദ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൂട്ട് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ 221 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ ഞാനിപ്പോൾ എന്താ പറഞ്ഞത്? ഇങ്ങനെ റൂട്ടിൻ്റെ ഉള്ളിലൊരു സംഖ്യ വന്നു കഴിഞ്ഞാൽ റൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സ്ക്വയർ ചെയ്യണം. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ ഞാൻ എന്ത് ചെയ്യാണ്? സ്ക്വയർ ചെയ്യാണ്. ഇവിടെ മാത്രം സ്ക്വയർ ചെയ്താൽ മതിയോ? പോരാ, സമത്തിൻ്റെ അപ്പുറത്തും എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. അപ്പോൾ ഇതെത്രയായി? അതേപോലെ എഴുതിയാൽ മതി അല്ലേ? സ്ക്വയർ ചെയ്യാന്ന് പറഞ്ഞാൽ അതല്ലേ അർത്ഥം? റൂട്ടിൻ്റെ 221 സമം എത്രയാണ്? 2ൻ്റെ സ്ക്വയർ 4. ഇനി നോക്കൂ, എക്സ് ബൈ 221 സമം 4 എന്നാ. ഇവിടെ ഹരണമാണ് അല്ലേ? ഹരണം മാത്രമേ ഉള്ളൂ, കൂട്ടലോ കുറയ്ക്കലോ ഒന്നുമില്ല. അപ്പോൾ കൺഫ്യൂഷൻ ആവണ്ട. ഈ എക്സ് മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? എക്സിൻ്റെ വാല്യൂ മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഈ 221നെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി. അവിടെ ആരാളുള്ളത്? 4 ഉള്ളത്. അത് അതുപോലെ എഴുതി. ഈ 221 ഇവിടെ ഹരിക്കണം എന്നാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താവും? ഗുണിക്കണം 221 എന്നായിട്ട് മാറും. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? എങ്കിൽ 4നെ 221 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 884 എന്ന് കിട്ടും. 4നെ 221 കൊണ്ട് ഗുണിച്ചാൽ 884 എന്ന് കിട്ടും. അതാണ് നമ്മുടെ ഉത്തരം. കാരണം എക്സിൻ്റെ വിലയാണ് ചോദ്യം. ഓക്കെ ആണല്ലോ? സിമ്പിൾ ചോദ്യമായിരുന്നല്ലോ. എങ്കിൽ നമുക്ക് LGS സ്റ്റേജ് 1ൽ ഇതിൻ്റെ മോഡലിൽ ചോദിച്ച ചോദ്യം ഒന്ന് നോക്കാം. ഇതേ നോക്കൂ, ഇതിൽ ചോദിച്ചിരിക്കണം എന്താ? റൂട്ട് 16 + 4 സ്ക്വയർ ഈക്വൽ ടു കെ എന്നാണ്. ഇവിടെ നമ്മൾ മറ്റേ പോലെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇവിടെ എന്താണ്? റൂട്ട് 16, അതിൻ്റെ വില നമുക്കറിയാം. 4 സ്ക്വയർ എന്താ? അതും ചെയ്യാനറിയാലോ. നോക്ക്, ഞാനിതൊന്ന് എടുത്തെഴുതാണ്. റൂട്ട് 16 + 4 സ്ക്വയർ സമം കെ. എങ്കിൽ കെയുടെ വില കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? റൂട്ട് 16ൻ്റെ ഉള്ളിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ റൂട്ട് 16ൻ്റെ വില നമുക്കറിയാം. എത്രയാ? റൂട്ട് 16 എന്ന് പറഞ്ഞാൽ 4 അല്ലേ? അതായത് 4 സ്ക്വയർ ആണ് 16, അല്ലെങ്കിൽ 16ൻ്റെ വർഗ്ഗമൂലം റൂട്ട് എന്ന് പറയുന്നത് 4. ഓക്കെ ആണല്ലോ? കൂട്ടണം. ഇനി നോക്ക്, 4ൻ്റെ സ്ക്വയർ എത്രയാ? 16. അതാണ് എന്ത്? കെ എന്ന് പറയുന്നത്. 4ഉം 16ഉം കൂട്ടിയാൽ എത്രയാ? 20 എന്ത്? കെ എന്ന് പറയുന്നത്. നമ്മുടെ ഉത്തരം എത്രയാ? ഓപ്ഷൻ സി 20. സിമ്പിൾ ചോദ്യമാണല്ലോ. നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ റൂട്ട് എന്ത് ചെയ്തു? റൂട്ടിൻ്റെ ഉള്ളിൽ 16 ആണ്. 16ന് റൂട്ട് ഉണ്ടല്ലോ, അത് അതുപോലെ എഴുതി. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ചോദ്യം ഒന്ന് നോക്ക്. റൂട്ട് ഓഫ് 2 ഗുണിക്കണം കെ സമം 10 എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ, കെയുടെ വില കാണുക എന്ന് പറഞ്ഞാൽ, കെയുടെ വില കാണുക എന്നാണ് ചോദ്യമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റൂട്ട് 2 ഇൻറ്റു കെൻ്റെ സ്ഥലത്ത് ഒരു സ്ക്വയർ ചെയ്യും. അതുപോലെ ഇവിടെയും സ്ക്വയർ ചെയ്യും. ഇവിടെ എത്രയപ്പോൾ? റൂട്ടിൻ്റെ പുറത്തേക്ക് എഴുതിയാൽ പോരെ? 2 ഇൻറ്റു കെ സമം 10ൻ്റെ സ്ക്വയർ എത്രയാ? 100. അപ്പോൾ കെ എന്ന് പറയുന്നത് എത്രയാ? 100 ഹരിക്കണം 2. ഈ 2 അവിടെ പോവും. ഇവിടെ ഗുണനായതുകൊണ്ട് സമത്തിൻ്റെ അപ്പുറം പോകുമ്പോൾ ഹരണമാവും, നേരെ ഓപ്പോസിറ്റ് ആവും അല്ലേ? അപ്പോൾ ഇനി എന്താ? 100ൻ്റെ പകുതി എത്രയാ? 50. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇങ്ങനത്തെ ഏത് ചോദ്യം വന്നാലും നിങ്ങൾ ചെയ്യല്ലോ. ഇനി അതുപോലെ തന്നെ
ഈ ചോദ്യം നോക്ക്. റൂട്ട് ഓഫ് 25 പ്ലസ് 5 സ്ക്വയർ സമം എക്സ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വില എത്രയായിരിക്കും എന്നാണ് ചോദ്യമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടുത്തെ കേസിൽ റൂട്ട് 25 എത്രയാ? 5 ആണ്. 5ൻ്റെ സ്ക്വയർ എത്രയാ? 25 അതാണ് എന്ത്? എക്സ്. അപ്പോൾ 5ഉം 25ഉം കൂട്ടിയാൽ 30 എന്ത്? എക്സ് എന്ന് പറയുന്നത്. ചെയ്യാൻ വഹിക്കുമല്ലോ. ഇനി ചെയ്യാലോ? ഓക്കെ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങാണ്. 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി മാറും. എങ്കിൽ അപ്പുവിൻ്റെ പ്രായം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്ക്, അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങാണ്. ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്താ ആദ്യം എഴുതും? അമ്മയുടെ പ്രായം അമ്മ എന്നെഴുതി, അതുപോലെ എന്ത് ചെയ്യും? അപ്പു എന്നെഴുതി. നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ്, ഈ മെത്തേഡ് പഠിച്ചിട്ടുള്ളതാണ്. എന്ത് ചെയ്യുന്നു? ആദ്യം അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങാണ്. അപ്പോൾ എന്തെഴുതണം? 9:1 അതല്ലേ എഴുതേണ്ടത്? അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം, അതായത് അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 9:1 എന്ന് എഴുതാം. അതായത് അപ്പുവിന് 1 വയസ്സാകുമ്പോൾ അമ്മയ്ക്ക് 9 വയസ്സാണ്. അതാണല്ലോ കണക്ക്. ഇനി അടുത്ത് നോക്ക്. 9 വർഷം കഴിയുമ്പോൾ, ഞാനിതിങ്ങനെ എഴുതാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി മാറുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ എഴുതാം? 3:1 എന്നായിട്ട് മാറും. ഇതും നമ്മൾ പഠിച്ചതാണല്ലോ. അങ്ങനെയെങ്കിൽ അപ്പുവിൻ്റെ പ്രായം എത്ര എന്നാണ് ചോദിച്ചത് അല്ലേ? അങ്ങനെയെങ്കിൽ അപ്പുവിൻ്റെ പ്രായം ഇതാണ് ചോദ്യം. ഇത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെന്താ ചെയ്യാറ് നോർമലി? അതേ ഇൻറ്റു നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പുവിൻ്റെ പ്രായം 1 ഗുണിക്കണം വ്യത്യാസം എത്ര വർഷം കഴിഞ്ഞപ്പോഴാണ്? 9 വർഷം കഴിഞ്ഞപ്പോൾ. ഇത് അല്ലേ? ഗുണിക്കണം. ഇനി എന്ത് ചെയ്യും? ഇതാണ് വേണ്ടതെങ്കിൽ എന്ത് ചെയ്യും? അതിൻ്റെ താഴെയുള്ളതിൻ്റെ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ളതിൻ്റെ വ്യത്യാസം എത്രയാണ്? 3 പോയാൽ 2. 3 കുറയ്ക്കണം 1 എത്രയാ? 2 ഡിവൈഡഡ് ബൈ, ഇനി എന്ത് ചെയ്യും? ക്രോസ് ഗുണിക്കണം അല്ലേ? ക്രോസ് ഗുണിക്കണം. അപ്പോൾ 9 × 1 9. ഇനി എന്ത് ചെയ്യണം? കുറയ്ക്കണം. 3 × 1 3. ചെയ്താൽ എത്ര കിട്ടുക? 18 ഡിവൈഡഡ് ബൈ 9 3 പോയാൽ 6. ഉത്തരം 18നെ 3 കൊണ്ട് 6 കൊണ്ട് ഹരിച്ചാൽ 3. നമ്മുടെ ഉത്തരം എത്രയാണ്? 3 നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. സ്റ്റേജ് 1 ചോദിച്ചത് ഇതിൻ്റെ വേറെ മോഡലാണ്. സ്റ്റേജ് 1 ചോദിച്ചത്. ആ ചോദ്യമാണ് നോക്കുന്നത്. ഇപ്പോൾ രേവതിയുടെയും അമ്മയുടെയും വയസ്സുകളുടെ തുക 36. 2 വർഷം കഴിയുമ്പോൾ അമ്മയുടെ വയസ്സ് രേവതിയുടെ വയസ്സിൻ്റെ 4 മടങ്ങാകും. എങ്കിൽ ഇപ്പോൾ രേവതിക്ക് എത്ര വയസ്സുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം എന്ത് എഴുതി? അമ്മയുടെ ഇത് എഴുതി, അമ്മ എന്നെഴുതി, രേവതി എന്നെഴുതി. എന്നിട്ട് എന്താണ് പറയുന്നത്? ഇപ്പോൾ എന്താണ്? അമ്മയുടെയും മകളുടെയും വയസ്സുകളുടെ തുക എന്ന് പറയുന്നത് 36. 2 വർഷം കഴിയുമ്പോൾ എന്താ പറഞ്ഞത്? അമ്മയുടെ വയസ്സ് രേവതിയുടെ വയസ്സിൻ്റെ 4 മടങ്ങാവും. 4 മടങ്ങാവും എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ എങ്ങനെയാണ്? 4:1. അത് എപ്പോഴാണ്? 2 വർഷം കഴിയുമ്പോഴാണ്. അത് മറക്കരുത് കേട്ടോ. 2 വർഷം കഴിയുമ്പോഴാണ്. അങ്ങനെയെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സുകളുടെ തുക എത്രയായിരിക്കും? ഇപ്പോൾ എന്താണ്? 2 വർഷം ഇപ്പോഴത്തെ തുകയാണ് എന്ത്? 36. ഇപ്പോൾ അവരുടെ വയസ്സുകളുടെ തുക 36. പക്ഷേ 2 വർഷം കഴിയുമ്പോൾ ആണ് എന്ത്? അവരുടെ വയസ്സുകളുടെ വ്യത്യാസം എന്ന് പറയുന്നത്, മടങ്ങ് എന്ന് പറയുന്നത് 4 മടങ്ങാവും എന്ന് പറഞ്ഞത്. അതായത് അമ്മയുടെ വയസ്സ് രേവതിയുടെ വയസ്സിൻ്റെ 4 മടങ്ങാവും എന്ന് പറയുന്നത് എപ്പോഴാണ്? 2 വർഷം കൂടി കഴിയുമ്പോഴാണ്. ആ സമയത്ത് അവരുടെ വയസ്സുകളുടെ തുക എത്രയാണെന്ന് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 36ൻ്റെ കൂടെ എന്ത് ചെയ്യണം? 2 വർഷമാണ് വ്യത്യാസം. എത്ര ആളുകളുണ്ട്? 2 ആളുകളുണ്ട്. 2 വർഷമാണ് വ്യത്യാസം. എന്തായിരിക്കും അപ്പോൾ? 2 ഗുണിക്കണം 2. എങ്ങനെയാ? രേവതിക്കും 2 വയസ്സ് കൂടും, അമ്മയ്ക്കും 2 വയസ്സ് കൂടും. അപ്പോൾ എത്രയാണ് അവരുടെ വയസ്സുകളുടെ തുക എന്ന് പറയുന്നത്? 36 പ്ലസ് 2 × 2 4. എത്രയാണ്? 40. ഓക്കെ ആണല്ലോ? അതായത് 2 വർഷത്തിന് ശേഷം, അതായത് 2 വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സുകളുടെ തുക എന്ന് പറയുന്നത് 40. റേഷ്യോ എന്ന് പറയുന്നത് 4:1. ഇത്രയും കിട്ടിയല്ലോ. ഇനി എന്ത് ചെയ്യണം? പറഞ്ഞിട്ടുണ്ട് എന്ത്? വയസ്സുകളുടെ തുകയാണെന്ത്? ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച 40. അതായത് വയസ്സുകളുടെ തുകയാണ് ഇപ്പോൾ കണ്ടുപിടിച്ച 40. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് രണ്ടും കൂട്ടണം. തുക എന്ന് പറഞ്ഞാൽ കൂട്ടല്ലേ വേണ്ടത്? ഇത് രണ്ടും കൂട്ടണം. എത്രയാ? അത് രണ്ടും കൂട്ടിയാൽ എത്രയാ? 5. അത് ഈ 40നെ കൊണ്ട് ഹരിക്കണം. ഈ 40നെ ഇത് രണ്ടും കൂട്ടിയ സംഖ്യ കൊണ്ട് ഹരിക്കണം. എത്രയാണ് കിട്ടുന്നത്? 8. കഴിഞ്ഞോ? ഇല്ല. എന്ത് ചെയ്യണം? ഇതുമായിട്ട് ഗുണിക്കണം. ഇവിടെ ഗുണിക്കണം. ഈ റേഷ്യോ ആയിട്ട് ആ കിട്ടിയ 8നെ ഗുണിക്കണം.
ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അമ്മയുടെ വയസ്സ് 32, രേവതിയുടെ വയസ്സ് 8 എന്ന് കിട്ടി. നേരെ പോയി എ ഓപ്ഷൻ അടിച്ചു കഴിഞ്ഞാൽ മാർക്ക് പോകും. എ ഓപ്ഷൻ അടിച്ചാൽ എന്താവും? മാർക്ക് പോകും. കാരണം നമ്മളോട് എന്താ, ഇപ്പോൾ രേവതിക്ക് എത്ര വയസ്സുണ്ട് എന്നാ. ഇത് 2 വർഷം കഴിഞ്ഞാലുള്ള വയസ്സാണ് 8. അപ്പോൾ എന്തായിരിക്കും രേവതിയുടെ വയസ്സ്? 8ൽ നിന്ന് എന്ത് കുറയ്ക്കണം? ആ 2 വർഷം കുറയ്ക്കണം. 6 ഉത്തരം. ഓപ്ഷൻ സി 6 വയസ്സ്. അതായത് കണക്കിലൊരു പ്രോബ്ലം ചെയ്തിട്ട് ഉത്തരം കിട്ടിയാൽ നേരെ പോയി അടിക്കാതെ ഒന്നും കൂടിയും ചോദ്യം ഒന്ന് നോക്കുക, നമ്മൾ എഴുതിയേക്കുന്ന കറക്റ്റാണോ എന്ന് നോക്കുക, എന്നിട്ട് അടിക്കുക. കാരണം സിമ്പിളായിട്ട് കിട്ടുന്ന ഒരു മാർക്ക്, അറിഞ്ഞുകൊണ്ട് കിട്ടുന്ന ഒരു മാർക്ക് എന്ത് ചെയ്യരുത്? കളയരുത്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ വേറൊരു ചോദ്യം നോക്ക്. ഇവരുടെ വയസ്സുകളുടെ ഇവിടെ തുക എന്നല്ലേ തന്നിട്ടുള്ളത്, അതിനു പകരം വ്യത്യാസം എന്ന് തരും. വ്യത്യാസം 18 എന്നൊക്കെ തരും. ഓക്കെ, വയസ്സുകളുടെ തുക, വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം, അമ്മയും മകളും തമ്മിലുള്ള വയസ്സുകളുടെ വ്യത്യാസം, ഞാൻ മൊത്തം എഴുതുന്നില്ല കേട്ടോ. വയസ്സുകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് 18 എങ്കിൽ ഇപ്പോൾ പിന്നെന്താണ്? അതുപോലെ തന്നെ എന്തുണ്ട്? റേഷ്യോ, വയസ്സുകൾ അമ്മയുടെ വയസ്സ് മകളുടെ 3 മടങ്ങാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ്? 3:1. ചോദ്യം എങ്ങനെയാണ്? അമ്മയും മകളും തമ്മിൽ ഉള്ള വയസ്സുകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് 18, വയസ്സുകൾ എന്താണ്? 3 മടങ്ങ് കൂടുതലാണ് എന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വ്യത്യാസം കണ്ടിട്ടുള്ള പ്രോബ്ലം ചെയ്യണം. ആ മോഡൽ എങ്ങനെയായിരിക്കും? 3:1 ആണെങ്കിൽ എന്ത് ചെയ്യും? വ്യത്യാസം 18 ഈ 3 1 തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത്? 18. എന്താണ്? അപ്പം 3 1 കുറയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ആ 18നെ ഹരിക്കണം. ഓക്കെ ആണല്ലോ? അപ്പം എത്ര കിട്ടും? 9 എന്ന സംഖ്യ കിട്ടും. ആ 9 വെച്ചിട്ട് 2 പേരെയും ഗുണിച്ചാൽ നമുക്ക് അവരുടെ വയസ്സുകൾ കിട്ടും. ഈ മോഡൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ കുറച്ച് പ്രോബ്ലംസിൽ പറഞ്ഞിട്ടുണ്ട്. ആ പ്രോബ്ലംസ് ചെയ്യാൻ അറിയാമെങ്കിൽ കുഴപ്പമില്ല, അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? ആ ടൈപ്പ് പ്രോബ്ലംസ് എന്തായാലും ഒന്ന് ചെയ്തു നോക്കുക. കാരണം ഇപ്പം എന്തായി? ഒരു നോർമൽ ചോദ്യം, 2 റേഷ്യോ തന്നിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചു, അതുപോലെ തുക കാണാനുള്ളൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ഇനി സ്വാഭാവികമായിട്ടും ചോദിക്കേണ്ടത് എന്താണ്? വ്യത്യാസം തന്നിട്ടുള്ളൊരു ചോദ്യമല്ലേ? അപ്പോൾ ആ ഒരു മോഡലും കൂടി പഠിച്ചു വെച്ചാൽ എന്താ, ഏകദേശം ഒന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് പോവാം അല്ലേ? അപ്പോൾ അടുത്ത ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യം നോക്കാം. ചോദ്യം: ഒരു സ്കൂട്ടർ 9200 രൂപയ്ക്ക് വിറ്റപ്പോൾ 15% ലാഭം കിട്ടി എങ്കിൽ വാങ്ങിയ വില എത്ര? എന്താ പറഞ്ഞേക്കണേ? 9200 റുപ്യക്ക് വിൽക്കുകയാണ് ചെയ്തത്. അതായത് വിറ്റ വിലയാണ് എന്ത്? 9200. 15% ലാഭത്തിനാണ് വിറ്റത്. വാങ്ങിയ വില എത്രയാണെന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വാങ്ങിയ വില നമ്മൾ എന്തായിട്ട് എടുക്കണം? 100% എടുക്കണം. വാങ്ങിയ വില എന്തായിട്ട് എടുക്കണം? 100% എടുക്കണം. എങ്കിൽ പറ, 15% ലാഭം കിട്ടി എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ് 9200? അതായത് വിറ്റ വില എന്താണ്? 100%തോട് 15% കൂടി കൂട്ടിയത് എത്രയാണ്? അപ്പോൾ 115% രൂപയ്ക്കാണ് എന്ത് ചെയ്തത്? സ്കൂട്ടർ വിറ്റത്. അത് എത്രയാണ്? 9200. ഓക്കെ, മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദ്യം എന്താണ്? വാങ്ങിയ വില എത്രയാ? 100% എത്രയാണ് എന്നാണ് ചോദിച്ചത്. നമ്മൾ എന്ത് ചെയ്യണം? നേരെ ക്രോസ് ചെയ്താൽ മതി, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്താ ചെയ്യുക? 9200 ഗുണിക്കണം 100. കഴിഞ്ഞോ? ഇല്ല. എന്താ? ഡിവൈഡഡ് ബൈ, ഇവിടെ ക്രോസ് ചെയ്യണം. ഇവിടെ ക്രോസ് ചെയ്യാൻ ആരുമില്ല. ഇവിടെ ആകുള്ള ആരാ? 115. അപ്പോൾ ആ 115 എഴുതാം. ഇത് ചെയ്താൽ കിട്ടുന്ന ഉത്തരമാണ് എന്ത്? ഇതിൻ്റെ ഉത്തരം നോക്കാലോ. നമുക്ക് 100ഉം 115ഉം 5 കൊണ്ട് വെട്ടാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് 20 ഇവിടെ എത്രയായി? 23. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 23 × 4 92 അല്ലേ? അപ്പോൾ എന്ത് ചെയ്തു? വെട്ടി. അപ്പോൾ ഇവിടെ എത്രയായി? 400. അപ്പോൾ എന്താണ്? ഇവിടെ 1. ഇനി എന്ത് ചെയ്യും? 400 ഗുണിക്കണ 20 എത്രയാ? 8000. 8000 രൂപയാണ് എന്താപ്പോൾ വാങ്ങിയ വില. 8000 ആണ് വാങ്ങിയ വില. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അല്ലാതെ ഓപ്ഷൻ എടുത്തിട്ടും ചെയ്യാം. പക്ഷേ ഈ മെത്തേഡ് നമ്മൾ പഠിപ്പിച്ചതാണ്, നമ്മൾ കുറേ ആയിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെയായത് ഇത് ചെയ്താൽ മതി. ഓപ്ഷൻ എടുത്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, 9200 രൂപയ്ക്ക് വിറ്റപ്പോൾ 15% ലാഭം കിട്ടി എങ്കിൽ വാങ്ങിയ വില എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷനിൽ നിന്ന് ചെയ്യാം. എങ്ങനെയാണ്? 8000 ആണ് വാങ്ങിയ വില എന്ന് കരുതുക. അതായത് എ ഓപ്ഷൻ വാങ്ങിയ വിലയായിട്ട് എടുക്കുക. എന്നിട്ട് അതിൻ്റെ 15% കാണാം. 8000ത്തിന് 15% എത്രയായിരിക്കും?
1200 അല്ലെ, 1200 8,000-ന്റെ 15%. അത് എന്ത് ചെയ്യുക, 8,000-നോട് കൂട്ടുമ്പോൾ 9,200 കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കും എന്ത് വാങ്ങിയ വില. അങ്ങനെ ഓപ്ഷനിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ മെത്തേഡ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്യാം അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്ത ടൈപ്പ് ചോദ്യം നോക്കാം. ഇതേ നോക്കി, ഈ ചോദ്യം എങ്ങനെയാ, നേരെ തന്ന ചോദ്യം നോക്കൂ. 580 രൂപയ്ക്ക് വാങ്ങിയ സാധനം 609 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? നമുക്കറിയാം ലാഭശതമാനം കാണാനുള്ള ഇക്വേഷൻ എന്താ? ലാഭശതമാനം സമം ലാഭം ഹരിക്കണം എന്താണ്, താഴെ എപ്പോഴും എന്താണ്, വാങ്ങിയ വില ശതമാനത്തിലേക്കാക്കാൻ ഗുണിക്കണം 100. എങ്കിൽ പറ ലാഭം എത്രയാണ്? എന്ത് ചെയ്താൽ മതി, വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വില കുറച്ചാൽ മതി. എത്ര? 609 കുറയ്ക്കണം 580 ഡിവൈഡഡ് ബൈ വാങ്ങിയ വില 580. എന്താ ചെയ്യേണ്ടേ? ഗുണിക്കണം 100 ആണല്ലോ. ഇനി നോക്ക്, 609-ൽ നിന്ന് 580 കുറച്ചാൽ എത്രയാ? 29 ഡിവൈഡഡ് ബൈ 580 ഗുണിക്കണം 100. 0 വെട്ടിപ്പോയി. ഇനി ഇവിടെ 29-നെ കൊണ്ട് വെട്ടാണെന്നുണ്ടെങ്കിൽ 1, ഇവിടെ 2 വെട്ടാലോ. എത്രയാ? 5 ആണെന്ത് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി 5%. ഇനി ഇതിൽ ചോദിക്കാൻ വേറെ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഈ മോഡലിൽ ഏതൊക്കെയാണ് ചോദിക്കാം? ഒന്നുകിൽ എന്ത് ചെയ്യും, നേരെ തിരിച്ചൊക്കെ തന്നിട്ട് നഷ്ടശതമാനം കാണാൻ പറയും. വേറൊരു ടൈപ്പ് ചോദ്യം നഷ്ടശതമാനം, ഈ വിലകളല്ല വേറെ വിലകൾ തന്നിട്ട് നഷ്ടശതമാനം കാണാൻ പറയും. അപ്പോഴും നമ്മുടെ ഇക്വേഷൻ എന്താ? നഷ്ടശതമാനം കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില. വാങ്ങിയ വിലയ്ക്ക് വ്യത്യാസം ഉണ്ടോ? ഇല്ല, ഗുണിക്കണം 100. ഈ നഷ്ടം കാണാൻ എന്ത് ചെയ്താൽ മതി? വാങ്ങിയ വിലയിൽ നിന്ന് വിറ്റ വില കുറച്ചാൽ മതി. ഓക്കെ ആണല്ലോ. ആ മോഡലിൽ നിങ്ങൾക്ക് കിട്ടുമല്ലോ. അതുപോലെ തന്നെ ഇതിന് മുമ്പ് ചെയ്ത പ്രോബ്ലം നോക്കാം. ഈ ചോദ്യത്തിൽ 15% ലാഭം കിട്ടി എന്നാണ് പറഞ്ഞത്. ഇനി ഇതിനു പകരം നിങ്ങൾ നോക്ക്, 10% നഷ്ടമായി എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ അത് 9,000 രൂപയാണെന്നുള്ള പോലെ പറയുകയാണ്. 9,000 രൂപയ്ക്ക് വിറ്റ വില എത്രയാണ്? 9,000 രൂപയാണ്. എന്താണ്? 10% നഷ്ടത്തിനാണ് വിറ്റത്. എങ്കിൽ വാങ്ങിയ വില എത്ര എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചെയ്യുക എങ്ങനെയാ? 10% നഷ്ടമായതുകൊണ്ട് 10% നഷ്ടമായതുകൊണ്ട് വാങ്ങിയ വില 100%. അതിന് 10% കുറയ്ക്കണ്ടേ? അപ്പം 90% എന്ത്? 9,000 എന്ന് പറയുന്നത്. പിന്നെയോ വാങ്ങിയ വില എത്രയാ? 100%. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇത് നേരെ ക്രോസ് ചെയ്യും. 9,000 ഗുണിക്കണം 100%, 100 ഡിവൈഡഡ് ബൈ എന്ത്? 90 ഗുണിക്കണം സംഖ്യ, വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 90%. 90 തന്നെ എഴുതി. നമ്മൾ എന്ത് ചെയ്യും? ഈ 0 പോയി. ഇനി 9 വെട്ടിയാൽ 100 ഗുണിക്കണം 100 എത്രയാ? 10,000. അങ്ങനത്തെ ചോദ്യങ്ങളും ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ചോദ്യം മനസ്സിലായല്ലോ. ഇവിടെ 15% ലാഭം കിട്ടിയെന്ന് പറഞ്ഞതിന് പകരം നമുക്ക് എങ്ങനെ വരാം? 15% നഷ്ടമായി, അല്ലെങ്കിൽ 10% നഷ്ടമായി, 5% നഷ്ടമായി, അങ്ങനത്തെ ചോദ്യങ്ങളും വരാം. നഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യണം? 100%ത്തിൽ നിന്ന് ആ നഷ്ടം കുറച്ചിട്ട് എഴുതുന്ന സംഖ്യ ആയിരിക്കും എന്താ? വിറ്റ വില എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. എങ്കിൽ അടുത്ത ഒരു ടൈപ്പ് ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം 10 സംഖ്യകളുടെ ശരാശരി 23 ആണ്. ഇതിലെ ഓരോ സംഖ്യയോടും 4 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യകളുടെ ശരാശരി എത്രയാണ് എന്നാണ് ചോദിച്ചത്. അതായത് ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 സംഖ്യകളുടെ ശരാശരി 23 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത്? എല്ലാ സംഖ്യകളും 23 ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം ചെയ്യാം. അതായത് ആ 10 സംഖ്യകളും എന്താണ്? 23 ആണെന്ന് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അതാണ് എന്ത് പറയുന്നത്? അതിൻ്റെ അർത്ഥം ആക്കുന്നത് 10 സംഖ്യകളുടെ ശരാശരി 23 എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? അല്ലെങ്കിൽ അതിൻ്റെ കോൺസെപ്റ്റ് എന്താ? ആ എല്ലാ സംഖ്യകളും 23 ആണെന്നാണ് അതിൻ്റെ കോൺസെപ്റ്റ്. ഓക്കെ, അത് അങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇനി നോക്ക്, ഇതിൽ ഓരോ സംഖ്യയോടും 4 കൂട്ടിയാൽ എന്താ എഴുതുന്നത്? 23 + 4, 23 + 4, അങ്ങനെ എല്ലാ സംഖ്യകളോടും 4 കൂട്ടിയാൽ എത്രയായിരിക്കും സംഖ്യകളുടെ ശരാശരി? ഇത് കൂട്ടിയാൽ എത്രയായിരിക്കും സംഖ്യകൾ? എല്ലാ സംഖ്യകളും 27 ആയിരിക്കും അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ശരാശരി എത്രയായിരിക്കും? 27 ആയിരിക്കും. അല്ല എങ്കിൽ ചോദ്യം എന്താണ്? എത്രയോ സംഖ്യകളുടെ ശരാശരി x ആണ്. ഇതിലെ ഓരോ സംഖ്യയോടും 4 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യകളുടെ ശരാശരി എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെഴുതാം? x + 4. ആ ശരാശരി +4 എല്ലാ സംഖ്യയോടും ഓരോ സംഖ്യയോടും കൂട്ടണം. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ, എങ്കിൽ അടുത്ത ഭാഗത്തുനിന്ന് ചോദിച്ച ചോദ്യം നോക്കാം.
ഈ ചോദ്യം നോക്ക്, 12 കളികൾ കഴിഞ്ഞപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ്റെ ശരാശരി റൺസ് 49 13ാമത്തെ കളിയിൽ എത്ര റൺസ് എടുത്താലാണ് അയാളുടെ ശരാശരി 50 റൺ ആവുക എന്നല്ലേ ചോദിച്ചേക്കണേ. എങ്ങനെ എഴുതാം? 12 കളികളിൽ ശരാശരി 49. ഇനി എന്ത് പറഞ്ഞു? 13ാമത്തെ കളിയിൽ എത്ര റൺസ് എടുത്താലാണ് ശരാശരി 50 ആവുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിത് ചെയ്യാൻ അറിയാലോ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ അറിയാം അല്ലേ? എന്താ ചെയ്യേണ്ടത്? ഈ 12ഉം 13ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 1 കൂടാണ് ചെയ്തത്. ഈ 49 50 ആവാൻ എന്താ ചെയ്തത്? 1 കൂടാണ് ചെയ്തത്. ഇനി അറിയാം. ഇനി എന്താണ് ചെയ്യാറ്? നോർമലി നമ്മൾ എന്താ ചെയ്യാറ്? ഇതിനെ നേരെ ഇങ്ങനെ ഗുണിക്കുന്നു. എത്രയാ? 50 കിട്ടി. കൂട്ടണം. എന്ത് ചെയ്യും? ഇതിനെ നേരെ ഇങ്ങനെ ഗുണിക്കുന്നു. ആൻറ്റി ക്ലോക്ക് വൈസ് ഗുണിക്കുകയാണ് അല്ലേ? ആ വ്യത്യാസത്തിനെ അതുമായിട്ട് ഗുണിക്കുന്നു. എത്ര കിട്ടുന്നത്? 12. എത്രയാണ് ഉത്തരം? 62 റൺസാണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഇനി ഇതിൽ നിന്ന് എങ്ങനത്തെ മോഡൽ ചോദിക്കാം? വേണമെന്നുണ്ടെങ്കിൽ 10, 20, 30, 40, 50 അങ്ങനെ കുറച്ച് സംഖ്യകൾ തന്നിട്ട് അവയുടെ ശരാശരി ചോദിക്കാം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം കൂട്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? അതിനെ എണ്ണം എത്ര? ഇവിടെ 5 അല്ലേ? എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. ഓക്കെ. ശരാശരി എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണമാണ്. ആ ബേസിക് കോൺസെപ്റ്റ് വെച്ചിട്ട് ഇത് ഏത് പ്രോബ്ലം വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സമയം എടുക്കുന്നേ ഉള്ളൂ, പക്ഷെ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഇനി ഇതേ മോഡൽ വേറൊരു ചോദ്യം എന്തായിരിക്കും? ഒറ്റ സംഖ്യകളുടെ ശരാശരി അങ്ങനത്തെ ഒരു ചോദ്യം വരാം. ആദ്യത്തെ 10 ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 10 തന്നെ ആയിരിക്കും. കാരണം ആദ്യത്തെ ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് n ആണ്. ഓക്കെ ആണല്ലോ? ഇരട്ട സംഖ്യകളുടെ ശരാശരിയാണ് ചോദിച്ചാലോ എത്രയാ? n+1 ആയിരിക്കും. അതായത് ആദ്യത്തെ 10 ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 10 + 1 11 ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്രയായിരിക്കും? n+1/2 ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇനി ഇതൊക്കെ പഠിച്ചോട്ടെ കേട്ടോ. ഇതിൽ വേറൊരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെക്കണം. തന്നേക്കുന്നത് ഒരു സമാന്തര ശ്രേണിയാണോ നോക്കുക. സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ എന്താ? പൊതുവ്യത്യാസം ഉണ്ടായിരിക്കും അതിന് അല്ലേ? പൊതുവ്യത്യാസം ഉണ്ടായിരിക്കും. സമാന്തര ശ്രേണിയാണെങ്കിൽ പൊതുവ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അതായത് 5, 10, 15, 20, 25 നോക്ക്. അങ്ങനെ പോവുകയാണെന്ന് വിചാരിച്ചോ. അതിൻ്റെ ശരാശരി കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? അതായത് സമാന്തര ശ്രേണിയിൽ തരുന്ന കുറച്ച് സംഖ്യകൾ തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ശരാശരി കാണാൻ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ നടുവിലെ സംഖ്യ, ഒന്നുകിൽ നടുവിലെ സംഖ്യ, അതിൽ നടുക്കത്തെ ഏതാ? 15, അതായിരിക്കും അതിൻ്റെ ശരാശരി എന്ന് പറയുന്നത്. എന്തായിരിക്കും? ഒന്നുകിൽ അതിൻ്റെ നടുക്കത്തെ സംഖ്യ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ആദ്യ പദം പ്ലസ് അവസാന പദം. ആദ്യ പദം എത്രയാ? 5. അവസാന പദം എത്രയാ? 25. എന്നിട്ട് അതിൻ്റെ പകുതി എടുത്താൽ മതിയാകും. പകുതി എത്രയാ? 30. 25, 5, 30. 30ൻ്റെ പകുതി 15. ഓക്കെ ആണല്ലോ? എന്താ പറഞ്ഞത്? സമാന്തര ശ്രേണിയാണെങ്കിൽ ഒന്നുകിൽ അതിൻ്റെ ശരാശരി എന്ന് പറയുന്നത് അതിൻ്റെ നടുക്കത്തതായിരിക്കും. ഒന്നുകിൽ എന്നല്ല, ഒരു രീതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരാശരി എന്ന് പറയുന്നത് നടുക്കത്തെ സംഖ്യ ആയിരിക്കും. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് എന്താണ്? ആദ്യ പദം കൂട്ടണം അവസാന പദം ഹരിക്കണം 2. നിങ്ങൾ അത് പഠിച്ചാൽ മതി. എന്ത്? ആദ്യ പദം കൂട്ടണം അവസാന പദം ഹരിക്കണം 2 ആണ് എന്ത്? അതിൻ്റെ ശരാശരി എന്ന് പറയുന്നത്. എന്ത്? സമാന്തര ശ്രേണിയിലാണ് ചോദ്യം വരുന്നതെങ്കിൽ, അതായത് ഒരു പൊതുവായ വ്യത്യാസം. ഇവിടെ എത്രയാ? 5 കൂടി പോവാണ് അല്ലേ? ഓക്കെ ആണല്ലോ? എങ്കിൽ അടുത്ത ഒരു മോഡലുള്ള ചോദ്യങ്ങളും കൂടി നമുക്ക് നോക്കാം. അടുത്തത് വേഗത എന്നുള്ള ടോപ്പിക്കിൽ നിന്നാണ് വന്ന ചോദ്യം. ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് 60 km/h വേഗതയിലും തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് 40 km/h വേഗതയിലും യാത്ര ചെയ്താൽ അയാളുടെ ശരാശരി വേഗത എത്രയാണ് എന്നാണ് ചോദിച്ചത്. എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് എയിലേക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് രണ്ടും തുല്യ ദൂരങ്ങളാണ്. ഇത് എ, ഇത് ബി. ആദ്യം ഇങ്ങോട്ട് പോയി, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. ഇത് രണ്ടും എന്താണ്? തുല്യ ദൂരങ്ങളാണ്. 2 തുല്യ ദൂരങ്ങൾ സഞ്ചരിക്കാൻ ആണ് പറഞ്ഞത്. ചോദ്യത്തിൽ 2 തുല്യ ദൂരങ്ങൾ സഞ്ചരിക്കാനാണ് പറഞ്ഞത്. എന്നിട്ട് രണ്ടിൻ്റെയും വേഗതയും തന്നിട്ടുണ്ട് എങ്കിൽ ശരാശരി കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ? 2xy / x + y. ചില ആൾക്കാർ എങ്ങനെ പറയും? 2ab / a + b എന്നും പറയാറുണ്ട്. ഈ x എന്താ? ആദ്യത്തെ വേഗത. y എന്താ? രണ്ടാമത്തെ വേഗത.
നോക്കുക. അപ്പം എന്ത് ചെയ്യും? 2 ഗുണിക്കണം 60 ഗുണിക്കണം y എത്രയാണ് 40 ഡിവൈഡഡ് ബൈ 60 പ്ലസ് 40. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം? ഇത് നേരെ ഗുണിക്കുന്ന മാതിരി എഴുതാം. 60 ഗുണിക്കണം 40 ഡിവൈഡഡ് ബൈ 100. ഓക്കെ ആണല്ലോ. ഈ 0 പോയി, ഈ 0 പോയി. എത്രയാ? 2 × 6 12 × 4 48 നമ്മുടെ ഉത്തരമായിട്ട് കിട്ടും. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത്, ഇങ്ങനെ ഒരു ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് 60ഉം അതായത് 40ഉം 60ഉം ആണ് എന്ത് വേഗതകളെങ്കിൽ അതിൻ്റെ ശരാശരി വേഗത 48 ആയിരിക്കും. അതുപോലെ ഒന്നുകൂടി പറഞ്ഞിട്ട് എന്ത് 20ഉം 30ഉം ആണെങ്കിൽ അതിൻ്റെ ശരാശരി വേഗത 24 ആയിരിക്കും. ഇതാണ് PSC സാധാരണ ചോദിക്കാറുള്ള ശരാശരി വേഗതയിലുള്ള ചോദ്യങ്ങൾ. അടുത്ത വിലകൾ ഇതാണ്. ഇത് കാണാതെ പഠിച്ചു വെച്ചാലും പ്രശ്നമില്ല. മനസ്സിലായോ? പക്ഷെ എന്ത് ചെയ്തോ, ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചോ. ശരാശരി വേഗത കാണാൻ നമുക്ക് ചോദിക്കും. ഇനി 3 ദൂരങ്ങൾ തന്നിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. പക്ഷെ നമുക്ക് LGS ലെവലിലൊന്നും അത് ചോദിക്കില്ല കേട്ടോ. അതുകൊണ്ട് ടെൻഷൻ ആവൊന്നും വേണ്ട. നിങ്ങൾ എന്തായാലും നോക്കണം എന്നുണ്ടെങ്കിൽ നോക്കിക്കൊണ്ടു. ഇത് നമ്മൾ പറയുന്നില്ല. അപ്പോൾ അടുത്ത ഇതിൻ്റെ വേഗതയിലുള്ള അടുത്തൊരു ചോദ്യം നമുക്ക് ചോദിച്ചേതാന്ന് നോക്കാം. വേഗതയിൽ നിന്നുള്ള അടുത്ത ചോദ്യം സ്റ്റേജ് 1 ചോദിച്ചത് 100 മീറ്റർ ഓട്ട മത്സരം 10 സെക്കൻഡിൽ ഓടി പൂർത്തിയാക്കിയാൽ ശരാശരി എത്ര വേഗതയിലാണ് ഓടിയത്? അപ്പോൾ അയാളുടെ വേഗത കാണാൻ എന്താണ് ചെയ്യേണ്ടത്? വേഗത സമം എന്താണ് ദൂരം ബൈ സമയമാണല്ലോ. നമ്മൾ പഠിച്ചതാണ്, ഇനി മറക്കില്ല കേട്ടോ. ദൂരം എത്രയാണ്? 100 മീറ്റർ ആണ്. സമയം എത്രയാണ്? 10 സെക്കൻഡാണ്. അപ്പോൾ എത്രയാണ്? വെട്ടി ചെറുതാക്കുകയാണെന്നുണ്ടെങ്കിൽ 10 എന്ന് കിട്ടി. അതെന്താ ഓപ്ഷനിൽ കിലോമീറ്ററും മീറ്ററൊക്കെ ഉണ്ട്. നമുക്ക് എന്താ പറഞ്ഞത്? മീറ്ററിലാണ്. എന്ത് 100 മീറ്റർ ആണ്. അതുപോലെ എന്താണ് 10 സെക്കൻഡാണ്. മീറ്റർ ഹരിക്കണം സെക്കൻഡ്. അപ്പോൾ എന്താണത്? മീറ്റർ പെർ സെക്കൻഡ്. നമ്മുടെ ഉത്തരം 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ ആണല്ലോ. ഇതിൽ ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചോദിക്കായിരുന്നു? ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻസിൽ 36 72 കിലോമീറ്റർ പെർ അവർ, ഈ 36 കിലോമീറ്റർ പെർ അവർ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ചോദിക്കാമായിരുന്നു. അങ്ങനെ ആയിരുന്നു ചോദ്യം വന്നിരുന്നതെങ്കിൽ ഓപ്ഷനിൽ ഇതില്ല എന്ന് വിചാരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്തേനെ? 10 മീറ്റർ പെർ സെക്കൻഡിനെ എന്ത് ചെയ്യണം? കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റണം. അതായത് കിലോമീറ്റർ പെർ മണിക്കൂറിലേക്ക് മാറ്റണം. അതിനെന്ത് ചെയ്യണം? 10 മീറ്റർ പെർ സെക്കൻഡിനെ 18/5 കൊണ്ട് ഗുണിക്കണം. ഓക്കെ ആണല്ലോ. ഗുണിച്ചാൽ എന്ത് ചെയ്യുക? 5 10 വെട്ടി എത്രയാ? 2 × 18 36 കിലോമീറ്റർ പെർ അവർ. ആ ഒരു ടൈപ്പിലും ചിലപ്പോൾ ചോദ്യങ്ങൾ വരാം. ഓക്കെ ആണല്ലോ. ഇത് സിമ്പിൾ ചോദ്യമാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൺഫ്യൂഷൻ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യുക? ഈ മോഡൽ അധികം അറിയില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരെ ആ പ്രീവിയസ് ഒക്കെ ഒന്ന് നോക്കിയാൽ മതി. അടുത്ത ഒരു ടൈപ്പ് നോക്കാം. ലസാഗു എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് വന്ന ചോദ്യമാണ്. 0.5 0.25 0.35 എന്നീ സംഖ്യകളുടെ ലസാഗു എത്ര? എന്ത് ചെയ്യണം? നേരെ എന്ത് ചെയ്യണം? ആദ്യം പോയിന്റ് തന്ന സംഖ്യകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പോയിന്റ് ആദ്യം നമ്മൾ കളയണം. ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ആ പോയിന്റുകൾ ആദ്യം കളയണം. ഇവിടെ ഏറ്റവും വലിയ ദശാംശ സ്ഥാനം എത്രയാണ്? 1 2. ഇവിടെ 2 സ്ഥാനം, ഇവിടെ 1 സ്ഥാനമുള്ളൂ. അപ്പോൾ എത്രയാണ്? 2 സ്ഥാനങ്ങൾ മാറ്റിയിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ 2 പൂജ്യങ്ങളുള്ള ഒരു സംഖ്യയായിട്ട് ഗുണിക്കണം. ഏതുകൊണ്ടാണ് ഗുണിക്കുക? അപ്പോൾ ഗുണിക്കണം 100 കൊണ്ട് എല്ലാത്തിനെയും ഗുണിക്കണം. എടുത്തത് എങ്ങനെ മനസ്സിലായല്ലോ? എന്താ ഇവിടെ 2 സ്ഥാനങ്ങളാണ്. ഇപ്പോൾ 0.5 0.2 0.3 എന്നാണെങ്കിൽ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? 10 കൊണ്ട് ഗുണിച്ചാൽ മതി. 0.258 അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം? എത്ര 1000 കൊണ്ട് ഗുണിക്കേണ്ടി വന്നേനെ. എത്ര ദശാംശ സ്ഥാനങ്ങൾ മാറിയിട്ടാണോ അത്രയും പൂജ്യങ്ങൾ വേണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നോക്ക്, 100 കൊണ്ട് ഗുണിച്ചാൽ 0.5 100 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടുക? 50 അല്ലേ കിട്ടുക? ഓക്കെ. അതുപോലെ 0.25 100 കൊണ്ട് ഗുണിച്ചാൽ 25, 0.35 ഗുണിച്ചാൽ 35. ഇനി എന്ത് ചെയ്യാം? ഇതിൻ്റെ എൽസിയമാണ് കാണേണ്ടത്. ഓക്കെ, ഇതിൻ്റെ എൽസിയം കാണാം. 5 കൊണ്ട് ചെയ്താൽ 10, ഇവിടെ 5 തന്നെ കിട്ടി, ഇവിടെ 7 കിട്ടി. ഇനി ഏതുകൊണ്ട് ചെയ്യാം? 5 കൊണ്ട് ചെയ്യാം അല്ലേ? 5 കൊണ്ട് ചെയ്താൽ 2 1 7. ഇനി ചെയ്യാനുണ്ടോ? ഇനി ചെയ്യാൻ ഇല്ലല്ലോ. ഇനി നോക്ക്, ഇത് ഗുണിക്കാലോ. ഇതെല്ലാം കൂടി നേരിട്ട് ഗുണിച്ചാൽ മതിയല്ലോ. 5 ഗുണിക്കണം 5 ഗുണിക്കണം 2 ഗുണിക്കണം 7 ചെയ്താൽ എത്ര കിട്ടുക? 7 5 35 35 10 എത്രയാ? 350 എന്ന് കിട്ടി.
കഴിഞ്ഞോ? ഇല്ല. അതെന്താ? ഈ സംഖ്യകളുടെയാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 100 കൊണ്ട് ഗുണിച്ചിട്ടുണ്ട്. LCM കണ്ടതിന് ശേഷം 100 കൊണ്ട് ഹരിക്കണം. 350നെ 100 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താണ്? 3.50 ആയിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. പക്ഷെ ഓപ്ഷനിൽ എന്തില്ല? 3.50 ഇല്ല. അപ്പോൾ എന്താണ്? ഈ ചോദ്യം ക്യാൻസലായി പോയിണ്ടാവും. പക്ഷെ നമ്മൾ ഇനി എന്ത് അറിയണം? ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചെയ്യാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ? എങ്കിൽ LGS സ്റ്റേജ് 1ത്തെ ആ ചോദ്യം ഏതാ നോക്കാം. ചോദ്യം എന്തായിരുന്നു? 4, 5, 6 എന്നീ 3 സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏത് എന്നാ ചോദിച്ചത്. ഏതാ കാണാൻ പറഞ്ഞത്? LCM കാണാനാണ്. അപ്പം എന്ത് ചെയ്യും? 4, 5, 6 LCM കാണുകയാണ്. എത്ര കൊണ്ട് ചെയ്യാം? 2 കൊണ്ട് ചെയ്യാം. 2, 5നെ ചെയ്യാൻ പറ്റില്ല. 6നെ ചെയ്താൽ 3. ഇനി ചെയ്യണോ? ഇനി ചെയ്യണ്ട. LCM എത്രയാണ്? 2 ഗുണിക്കണം എത്രയാണ്? 2 ഗുണിക്കണം 2 ഗുണിക്കണം 5 ഗുണിക്കണം 3 എത്രയാണ് അപ്പോൾ കിട്ടുക? 6 × 10 എത്രയാണ്? 60 ആണ് എന്ത്? നമ്മുടെ LCM എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? ഓപ്ഷൻ ഡി 60 ആയിരിക്കും. ഓക്കെ. അങ്ങനെയെങ്കിൽ വേറൊരു ടൈപ്പ് പഠിച്ചോ. നമുക്കൊരാവശ്യത്തിന് വേണ്ടി വേറൊരു ടൈപ്പ് ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചോ. നമ്മളിപ്പോൾ എന്ത് പഠിച്ചു? പോയിന്റ് വെച്ചിട്ടുള്ളതിൻ്റെയും പഠിച്ചു, സാധാരണയും പഠിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇത്തവണ? ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഭിന്നസംഖ്യകളുടെ ലസാഗു കാണണം കൂടി നോക്കുകയാണ്. 2/3, അതുപോലെ 5/6, അതുപോലെ 3/4 ഇതിൻ്റെ ലസാഗു എത്രയാണെന്ന് ചോദിച്ചാൽ LCM കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു ചോദ്യമാണ് വരുന്നത് വെച്ചാൽ എന്ത് ചെയ്യും? നമ്മൾ കുടുങ്ങോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യും? നമ്മളെ അംശങ്ങളുടെ LCM കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഛേദങ്ങളുടെ LCM കാണുക. അതായത് ഭിന്നസംഖ്യകളുടെ LCM കാണാൻ എന്താണ് ഇക്വേഷൻ? LCM എന്തിൻ്റെ? അംശങ്ങളുടെ LCM ഡിവൈഡഡ് ബൈ എന്ത്? ഛേദങ്ങളുടെ HCF. എന്താണ് ചെയ്യേണ്ടത്? അംശങ്ങളുടെ LCM കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഛേദങ്ങളുടെ HCF കാണുക. അതായത് 2, 5, 3 എന്നീ സംഖ്യകളുടെ LCM കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഛേദം 3, 6, 4 എന്നീ സംഖ്യകളുടെ എന്ത് ചെയ്യുക? HCF കാണാം, ഉസാഗ കാണാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്ക്. അങ്ങനെയാണെങ്കിൽ 2, 3, 5 ഇതിൻ്റെ LCM എത്രയായിരിക്കും? ഇതിനേതിനേലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇതൊക്കെ എന്താ? അഭാജ്യ സംഖ്യകളാണ്. അഭാജ്യ സംഖ്യകളുടെ LCM കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? നേരിട്ട് ഗുണിച്ചാൽ മതി അല്ലേ? 2 ഗുണിക്കണം 3 ഗുണിക്കണം 5 എത്രയാണ്? 30. ഓക്കെ ആണല്ലോ? 30 എന്ത്? LCM. അംശങ്ങളുടെ LCM എന്ന് പറയുന്നത് 30. ഇനി HCF കാണാലോ. ഏതൊക്കെയാ? 3, 6, 4 ഇതിൽ 3ലും 6ലും എത്ര? 3 പോവും. പക്ഷെ 4 പോവോ? അതായത് ഇതിൽ ഏതിലേലും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം എന്താണ് നമ്മുടെ HCF? 1 ആയിരിക്കും. കോമൺ ആയിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് HCF എന്തായിരിക്കും? 1 ആയിരിക്കും. അതായത് ഛേദങ്ങളുടെ HCF 1. അംശങ്ങളുടെ LCM എന്ന് പറയുന്നത് 30. അപ്പം നമ്മുടെ ഉത്തരം എന്താ? 30/1 30 ആയിരിക്കും ഉത്തരം. മാർക്കില്ലല്ലോ. അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? പോയിന്റ് വെച്ചിട്ട് ദശാംശ സംഖ്യകളുടെ LCM കാണാൻ പഠിച്ചു, സാധാരണ എണ്ണൽ സംഖ്യകളുടെ LCM കാണാൻ പഠിച്ചു, അതുപോലെ എന്താണ്? ഭിന്നസംഖ്യകളുടെ LCM കാണാനും നമ്മൾ പഠിച്ചു. ഓക്കെ ആണല്ലോ? എന്നാൽ അടുത്തൊരു ടൈപ്പ് നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? രാമൻ ഒരു ക്യൂവിൽ നിന്ന് 9-ാമനും പിന്നിൽ നിന്ന് 15-ാമനുമാണ്. എന്നാൽ ക്യൂവിലാകെ എത്ര പേരുണ്ട്? അതായത് അയാൾ ഒരൊറ്റ പൊസിഷനിൽ തന്നെയാണ്. ആ പൊസിഷനിൽ എന്താണ്? മുന്നിന്ന് 9ഉം പിറകിന്ന് 15ഉം. അങ്ങനെയാണെങ്കിൽ ആ ക്യൂവിൽ എത്ര ആളുണ്ടെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? 9 കൂട്ടണം 15 കുറയ്ക്കണം 1. എത്ര ഉത്തരം വരിക? 9ഉം 15ഉം കൂട്ടിക്കഴിഞ്ഞാൽ 20, 24, 24 1 പോയാൽ 23 എന്ത്? നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണെന്ത്? കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ? ഇങ്ങനത്തെ മോഡൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ഒരു ടൈപ്പ് ചോദ്യം നോക്കാം. ദേഹന്നു ഒരു ദിശാബോധം എന്ന് പറഞ്ഞ ടോപ്പിക് എന്നാണ് ചോദിച്ചിരിക്കണേ. ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് 200 മീറ്റർ, ഞാനിതൊന്ന് വരച്ചിട്ട് ചെയ്യാം അല്ലേ? നമുക്ക് ആദ്യം ഇങ്ങനെ ചോദ്യം വന്നാൽ ഞാൻ ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്, ദിശയെ പറ്റിയൊരു ബോധം വേണം. ഇതൊന്ന് ആദ്യം വരച്ചു വയ്ക്കുക. എങ്ങനെ? വടക്ക് മേലെയാണ്, തെക്ക് താഴെയാണ്. ഇവിടെ വലതുവശത്ത് എന്താണ്? കിഴക്കാണ്. ഇടതുവശത്ത് എന്താണ്? പടിഞ്ഞാറാണ്. ഇത് ഇതേമാതിരി കാണാതെ പഠിക്കണം. ഇത് പഠിക്കാതെ ചെയ്യാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ നോക്ക്, നമ്മൾ ആദ്യം എന്താ പറഞ്ഞു? ഒരു സ്ഥലത്ത് നിന്ന് 200 മീറ്റർ തെക്കോട്ട് നടക്കുന്നു.
200 മീറ്റർ തെക്കോട്ട് നടക്കുന്നു. ഇനി എന്താ പറഞ്ഞത്? തുടർന്ന് 160 മീറ്റർ വലത്തോട്ട് നടക്കുന്നു. 160 മീറ്റർ വലത്തോട്ട് നടക്കുന്നു. ഇനി എന്ത് ചെയ്യുന്നു? വീണ്ടും വലത്തോട്ട് 200 മീറ്ററാണ് നടക്കുന്നത് അല്ലേ? വലത്തോട്ട് തിരിഞ്ഞ് 200 മീറ്റർ നടക്കുന്നു. ഇനി എന്താ? അതിനുശേഷം 50 മീറ്റർ ഇടത്തോട്ട് നടക്കുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ? ഇടത്തോട്ട് തിരിഞ്ഞ് 50 മീറ്റർ നടക്കുന്നു. അപ്പോൾ അവിടെ പോയിട്ട് നിന്നു. ഇപ്പോൾ അയാൾ യാത്ര തുടങ്ങിയെടുത്ത് നിന്ന് എത്ര ദൂരെയാണെന്നാണ് ചോദിച്ചേക്കണേ. ഇവിടെ വരെ 50, ഈ ദൂരം എത്രയാണെന്നും കൂടി കണ്ടുപിടിച്ചാൽ പോരെ? ഇവിടെ ഈ ദൂരം കാണാൻ എന്താണ്? ഇത് 200, ഇതും 200. ഒരു ചതുരല്ലേ കിട്ടിയേക്കണേ. അത് 160 ആകുമ്പോൾ ഇതെന്തായിരിക്കും? 160 ആയിരിക്കും. ഈ 160ഉം 50ഉം കൂട്ടിയാൽ മതി. എത്ര കിട്ടുക? 160ഉം 50ഉം കൂട്ടിയാൽ 210 മീറ്റർ. ഓക്കെ ആണല്ലോ. ഓപ്ഷൻ സി ആണ് എന്ത് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തൊരു ടൈപ്പ് നോക്കാം. ഇത് ഡയറക്റ്റ് ആയിട്ട് എന്തല്ല, വരിയും നിരയായും ബന്ധപ്പെട്ടുള്ള ചോദ്യമല്ല. പക്ഷെ വരിയും നിരയല്ല, ദിശാബോധം, അതുമായി ബന്ധപ്പെട്ട ടോപ്പിക് അല്ല ഇത്. പക്ഷേ അത് ശരിക്കും പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, അതിലെ എല്ലാ ചോദ്യങ്ങളും കുറേശ്ശെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്തായാലും കിട്ടിയേനെ. കാരണം പൈതഗോറസ് ത്രികങ്ങൾ എന്താണെന്ന് അതിൽ ശരിക്കും പറയുന്നുണ്ട്. എന്താണ് പൈതഗോറസ് ത്രികങ്ങൾ? രണ്ട് സംഖ്യകൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സംഖ്യ ഏതായിരിക്കും? വലിയ സംഖ്യയുടെ സ്ക്വയർ ആയിരിക്കും. അങ്ങനത്തെ സംഖ്യകളാണ് എന്ത് പൈതഗോറസ് ത്രികങ്ങൾ എന്ന് പറയുന്നത്. അത് നമ്മൾ ഉപയോഗിക്കുന്ന എവിടെയാ? മട്ടത്രികോണങ്ങളിലാണ് അത് ഉപയോഗിക്കാറുള്ളത്. മട്ടത്രികോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് 90 ഡിഗ്രി വരുന്ന ത്രികോണങ്ങളെയാണ് മട്ടത്രികോണങ്ങൾ എന്ന് വിളിക്കുന്നത്. അതിലായിരുന്നു എന്ത് പൈതഗോറസ് ത്രികങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നേനെ അല്ലേ? എന്തായിരുന്നു നമ്മൾ പറയുക? കർണം സ്ക്വയർ. എങ്ങനെയാ? കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അല്ലെങ്കിൽ എന്താണ്? കർണം സ്ക്വയർ ഇതിൻ്റെ ഒരു ത്രികോണത്തിൻ്റെ എന്താണ് ഭാഗങ്ങളാണ് അതല്ലേ? ഇത് ഏറ്റവും വലിയ ഭാഗമാണ് എന്ത്? കർണം. ചെറിയ രണ്ട് ഭാഗങ്ങളാണ് പാദവും ലംബവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ ശരിക്കും എങ്ങനെ പറയുകയാണെന്ന് വെച്ചാൽ എ സ്ക്വയർ സമം ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് എഴുതാൻ പറ്റുന്ന സംഖ്യകളാണ് എന്ത് പൈതഗോറസ് ത്രികങ്ങൾ. ഇതിൽ എ എന്ന് പറയുന്നത് ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ സംഖ്യയായിരിക്കും. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് പൈതഗോറസ് ത്രികങ്ങൾ അല്ലാത്ത ഏതെന്നാണ് ചോദിച്ചേക്കണം. നമ്മൾ ഈ 3, 4, 5 പൈതഗോറസ് ത്രികമാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. നോക്ക്, വലിയ സംഖ്യ ഏതാ? 5 അല്ലേ? അപ്പോൾ 5 സ്ക്വയർ എന്ന് പറയുന്നത് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയറിന് തുല്യമാണോ എന്ന് നോക്കാം. അപ്പോൾ നോക്ക്, 3 സ്ക്വയർ എത്രയാ? 9 ആണ്. പ്ലസ് 4 സ്ക്വയർ എത്രയാ? 16 ആണ്. 5 സ്ക്വയർ എത്രയാ? 25 ആണ്. 9ഉം 16ഉം കൂട്ടിയാൽ 25 ആണ് അല്ലേ? അപ്പോൾ ഇത് ശരിയാണല്ലോ. അപ്പോൾ ഇത് ഫോർമുല ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി എന്താണ്? പൈതഗോറസ് ത്രികം ആണ്. 3, 4, 5 പൈതഗോറസ് ത്രികം ആണ്. ഇനി നോക്ക്, ഇത് നോക്ക്, ഓപ്ഷൻ സി നോക്ക്. 5, 12, 13 വലിയ സംഖ്യ ഏതാ? 13 അല്ലേ? 13 സ്ക്വയർ സമം 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ. 13ൻ്റെ സ്ക്വയർ എത്ര? 169 ആണ് അല്ലേ? 5ൻ്റെ സ്ക്വയർ 25 ആണ്. 12ൻ്റെ സ്ക്വയർ 144 ആണ്. കൂട്ടിയാൽ എത്ര കിട്ടുക? 169 അല്ലേ കിട്ടുക? അപ്പോൾ ഇതും എന്താണ്? ഒരു പൈതഗോറസ് ത്രികമാണ്. ഇനി അടുത്ത നോക്ക്, 7, 24, 25. 7, 24, 25. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 25 സ്ക്വയർ സമം 7 സ്ക്വയർ പ്ലസ് 24 സ്ക്വയർ എന്ന് എഴുതാലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 25ൻ്റെ സ്ക്വയർ എത്രയാ? നമുക്കറിയാം. എത്രയാ? 625. 7ൻ്റെ സ്ക്വയർ എത്രയാ? 49. അതുപോലെ 24ൻ്റെ സ്ക്വയർ എത്രയാ? 576. ഈ 49, 576 കൂട്ടിയാൽ എത്രയാ? 625 തന്നെയാണ്. അപ്പോൾ ഇതും എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും എന്താണ്? ഒരു പൈതഗോറസ് ത്രികമാണ്. ഇനി 8, 7, 3 നോക്കുകയാണെന്നുണ്ടെങ്കിലോ വലിയ സംഖ്യ 8. 8 സ്ക്വയർ സമം 7 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ വരുന്നുണ്ടോ നോക്കിയാൽ മതി. 8 സ്ക്വയർ 64, 7 സ്ക്വയർ 49, 3 സ്ക്വയർ 9. 49, 9 കൂട്ടിക്കഴിഞ്ഞാൽ 58 ആവുന്നുള്ളൂ. അത് 64ന് തുല്യമല്ല. അപ്പോൾ ഇതെന്തല്ല? പൈതഗോറസ് ത്രികം അല്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഇതൊന്ന് നിങ്ങൾ എടുക്കേണ്ടത് ഈ സംഖ്യകൾ 3, 4, 5, 5, 12, 13, 7, 24, 25. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് 3, 4, 5. കൂട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ 6, 8, 10. ഈ 3, 4, 5, 5, 12, 13, 6, 8, 10 ഇത് മൂന്നും ഒന്ന് കാണാതെ മനസ്സിലാക്കി വെച്ചാൽ കുറേ ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഉപകാരപ്പെടും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ചോദ്യമല്ലേ, അതിൽ വേറെ ടൈപ്പ് ഞാൻ പറയാം. ഈ ചോദ്യത്തിൽ നോക്ക്, പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ വടക്കോട്ട് 3 കിലോമീറ്റർ നടന്നതിന് ശേഷം 3 കിലോമീറ്റർ നടന്നതിന് ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ നടന്നു.
4 കിലോമീറ്റർ നടന്നു എങ്കിൽ അയാൾ ആദ്യം നിന്ന സ്ഥലത്ത് നിന്നും എത്ര അകലെയാണ് എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, ആദ്യം എന്താ പറഞ്ഞത്? ഒരാൾ വടക്കോട്ട് 3 കിലോമീറ്റർ നടന്നതിന് ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ നടന്നു. അപ്പോൾ ഇങ്ങനെയായി നമ്മുടെ ചിത്രം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഈ ദൂരമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഈ പൈതഗോറസ് പ്രിൻസിപ്പിളാണ്, പൈതഗോറസിൻ്റെ തിയറാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കണം? നമുക്കറിയാം, വലിയ സ്ഥലം ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഈ രണ്ട് സംഖ്യകളുടെ സ്ക്വയറുകൾക്ക് തുല്യമായിരിക്കും, സ്ക്വയറുകൾ ആഡ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കുകയാണ്, ഈ വലിയ സ്ഥലത്തിന് വിളിക്കുന്ന പേര് എന്താണ്? കർണം. അപ്പോൾ കർണം സ്ക്വയർ സമം എന്താണ്? 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. 3ഉം 4ഉം വന്നാലും നമുക്കറിയാം അല്ലേ? എന്നാലും ചെയ്യാം. 3 സ്ക്വയർ എത്രയാ? 9 ആണ്. 4 സ്ക്വയർ 16 ആണ്. അപ്പോൾ കർണം സ്ക്വയർ സമം എത്രയാണ്? 25 ആണ് എന്ത്? കർണം സ്ക്വയർ. ഈ സ്ക്വയർ കളയാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ എന്ത് ചെയ്താൽ മതി? റൂട്ട് എടുത്താൽ മതി. ഇവിടെ റൂട്ട് എടുത്താൽ ഇവിടെയും റൂട്ട് എടുക്കണ്ടേ? നമ്മൾ നേരത്തെ പറഞ്ഞതാ. അപ്പോൾ കർണം സ്ക്വയറിൻ്റെ റൂട്ട് എത്രയാ? കർണമാണ്. 25ൻ്റെ റൂട്ട് എത്രയാ? 5 ആണ്. അപ്പോൾ നമ്മുടെ ഈ നീളം എന്ന് പറയുന്നത് എത്രയാ? 5 ആണ്. ഓക്കെ ആണല്ലോ? അങ്ങനത്തെ ചോദ്യങ്ങളും ഇതിൽ നിന്ന് വരാം. അതാണ് ഈ ടൈപ്പിലെ ബേസിക് ചോദ്യം. കൂടുതലും വരികയാണെന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ്, അതായത് നേരത്തെ വന്ന പോലത്തെ നമ്മുടെ ഈ നേരത്തെ ചോദ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് ചോദ്യങ്ങളും കൂടിയാണ് LGS ലെവൽ ആയതുകൊണ്ട് ചോദിക്കാൻ സാധ്യത കാണുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നത്. പിന്നെയും കുറച്ച് മെൻ്റൽ അബിലിറ്റിയുടെ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാം? നമ്മുടെ പ്രീവിയസ്ലി നമ്മൾ ചെയ്ത കുറേ ചോദ്യങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്താൽ മതി. കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ ആദ്യം ചെയ്തേക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ചെയ്ത് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമ്മുടെ വീഡിയോസ് മാത്സ് ബുദ്ധിമുട്ടുള്ളവർ മാത്രം കാണാം. അല്ലാത്തവരെന്ത് ചെയ്യുക? ലാസ്റ്റ് സമയമായ സ്ഥിതിക്ക് ഇനി അതിന് നിൽക്കണ്ട കേട്ടോ. ലാസ്റ്റ് സമയത്ത് ഇനി അതിന് നിൽക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പഠിച്ചാൽ മതി. നിങ്ങളുടെ വീക്ക് പോയിൻ്റ് ഏതാണ് അവിടെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. പഠിച്ച കാര്യങ്ങൾ മറക്കാതെ എക്സാം ഹാളിൽ ചെയ്യാൻ നോക്കുക. നിങ്ങളെല്ലായ്പ്പോഴും എക്സാമിന് പോകുമ്പോൾ ആ ഭയത്തോടു കൂടി പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളവിടെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് നന്നായിട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യം മാത്രം നോക്കിയാൽ മതി. നിങ്ങൾ ചെല്ലുന്ന സമയത്ത് പഠിച്ച ആളുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പരീക്ഷ ഇതിനു മുമ്പ് വിജയിച്ച ആളാണ് എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ വേണം പോവാൻ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഫേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു മെൻറ്റാലിറ്റി നിങ്ങൾക്ക് ഫേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഞാൻ വിജയിച്ച പരീക്ഷയാണ് ഇതിനു മുമ്പ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു PSC ലിസ്റ്റിൽ വന്ന ആൾ പല ലിസ്റ്റുകളിലും വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ഈ ഒരു മെൻറ്റാലിറ്റി കാരണമാണ്. ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയും കിട്ടും എന്നുള്ളത് എന്തുകൊണ്ടാണ്? ആ വിന്നേഴ്സിൻ്റെ ആ ഒരു മെൻറ്റാലിറ്റി കാരണമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഞാനിതിനു മുമ്പ് ക്രാക്ക് ചെയ്ത ഒരാളാണെന്നുള്ള കോൺഫിഡൻസിൽ നിങ്ങൾ പോവുക. ആ കോൺഫിഡൻസ് ഫേക്ക് ചെയ്തിട്ട് പോയാലും മതി. നിങ്ങളെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഞാൻ ഉഷാറാണ്, ഞാൻ ഇത് ചെയ്ത ആളാണ്, ഇതിനു മുമ്പ് വിജയിച്ച ആളാണ്. അത് നിങ്ങളെ മനസ്സിനെ തന്നെ ഒന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് നിങ്ങളെ പരീക്ഷ അറ്റൻഡ് ചെയ്യും. പേടിക്കാതെ ചെയ്യും. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, പഠിച്ചാൽ കിട്ടും. എല്ലാവരും പറയും ഞാൻ നല്ലോണം പഠിക്കുന്നുണ്ട്, എനിക്ക് കിട്ടുന്നില്ല. അതൊന്നും ശരിയല്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് 100% കൊടുത്ത് പഠിച്ചാൽ ഒരു ദിവസം നമുക്കത് കിട്ടും. അപ്പോൾ എല്ലാവർക്കും നന്ദി. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതുക. എല്ലാവർക്കും നല്ല ജോലി കിട്ടി, നല്ല ലൈഫിൽ നല്ല സെറ്റിൽഡായി സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയട്ടെ. താങ്ക് യു.